അപ്പൊ പൊന്നൂസേ, ഇന്നലത്തെ എപ്പിസോഡിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ടുള്ള പ്രശംസിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ആണോ? മാത്രമല്ല ഇതിനു മുമ്പ് ഞങ്ങളുടെ എപ്പിസോഡുകൾ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എഴുതി എന്തുകൊണ്ടാണ് പൊന്നൂസിനെ ഇതിനകത്ത് കൊണ്ടുവരാത്തത്. ഒത്തിരി കമന്റ് ഉണ്ട്. ഞാൻ സത്യമായിട്ട് പറയുന്നതാണ്. അത് നോക്കി കഴിഞ്ഞാൽ അറിയാം, പറയാം നേടാം. അതിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ അറിയാം. ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്നതാണ് പൊന്നൂസിനെ എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. എന്തായാലും ഇപ്പൊ വന്നപ്പം ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ട് പറവറാന്ന് മെസ്സേജുകൾ വരികയാണ്. അപ്പൊ ഇന്ന് നമുക്ക് കലക്കണം. തീർച്ചയായും. അടുത്തത് നമ്മൾ സവാരി ഗിരിഗിരിയിൽ കിടക്കുകയാണ്. ഓക്കെ, അതെ, സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയിൽ ആദ്യത്തെ ചോദ്യം എടുത്തു. തിളക്കം എന്ന ചിത്രം റിലീസായ വർഷം ഏതാണ്? എ 2003, ബി 2006, സി 2004. 2003, 2004, 2006. 2003. എ 2003 അല്ലേ? 2003 ഞാൻ എടുത്തിട്ട് പൂട്ടി. അവിടെ കിടക്കട്ടെ. പൊന്നൂസ് ഏത് വർഷം വിവാഹം കഴിക്കുന്നത്? 1982. 82. ലവ് മാരേജ് അല്ല? അതെ. അതെ. എങ്ങനെയാണ് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത്? നാടകം. ഓ, നാടകത്തിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നപ്പോ അങ്ങനെ വന്ന് ഹസ്ബൻഡ് വന്നു. എന്താ പേരെന്താണ്? ബാബു. ബാബു. ബാബു വന്നു. എന്ത് പറഞ്ഞു? കല്യാണം കഴിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് ആയിട്ട്? അപ്പൊ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ. അപ്പൊ അമ്മ പറഞ്ഞു കെട്ടിച്ചു തരില്ലെന്ന്. അതെന്താ? അമ്മ എനിക്ക് 18 വയസ്സായിട്ടില്ല. രണ്ടാമത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പം അതുപോലെ എനിക്ക് ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ അമ്മ ഞാൻ ഡാൻസ് പഠിപ്പിച്ചത് 3 വയസ്സ് പോലെ ഞാൻ ഡാൻസ് പഠിക്കുന്നത്. അമ്മമാർക്കൊരു പ്രതീക്ഷയില്ലേ. അപ്പൊ അമ്മയ്ക്ക് എന്നെ നായികയായിട്ടൊക്കെ സിനിമയിൽ വരുത്തണം, കൊണ്ടുവരണം എന്നൊക്കെ അമ്മയുടെ ഒരു മോഹമായിരുന്നു. അതിനുള്ള കുറച്ച് ആഴ്ചകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ നിൽക്കുമ്പോൾ ഇനി എൻ്റെ ഒരു കുടുംബത്തിന്റെ ഒരു താങ്ങും തണലും അമ്മ എന്നിൽ കണ്ടു. ഞാൻ മകളൊന്ന് വന്നാൽ കുടുംബം ഒന്ന് നിൽക്കും, രക്ഷപ്പെടുക. എല്ലാ അമ്മമാരുടെ സ്വപ്നങ്ങളാണല്ലോ. അത് അന്ന് മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്ക് ഉണ്ടായില്ല. പിന്നെ ഞാനൊരു അമ്മയൊക്കെ ആയപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു അമ്മയുടെ മനസ്സിൽ എന്തായിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ അവസാനം സമ്മതിച്ചില്ല. അങ്ങനെ അങ്ങോട്ട് നടന്നു കല്യാണം. അല്ല, അപ്പൊ ഈ ബാബു അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വന്ന് ഇഷ്ടമൊന്നും ഒത്തിരി പേര് പറയൂല. അപ്പോഴൊക്കെ നമ്മൾ ആ ഒരു എന്റെ ഇഷ്ടങ്ങള് കല്യാണാലോചനൊക്കെ ആ സമയത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നുണ്ട് 18 വയസ്സാവട്ടെ, പഠിച്ചോണ്ടിരിക്കുവല്ലേ, കൊച്ചല്ലേ അവള്. അങ്ങനെ ആരെങ്കിലും ഓർമ്മയുണ്ടോ? എന്തേ ഇഷ്ടപ്പെട്ട് വന്ന് ബാബുവിന് മുമ്പ്? അതേ ഉണ്ടോ. പിന്നെ അവരൊക്കെ കല്യാണം സുഖമായിട്ട് പിന്നെ വല്ലപ്പോഴും കാണാറുണ്ട്, ഇടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോ. അവരെന്താണ് പറയുന്നത്? ഒന്നുമില്ല, അല്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയോ അതോ ഇപ്പോഴും ആ ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ടെന്ന് പറയും? അല്ല, അവര് പറയും ഞങ്ങൾക്ക് മിസ്സിംഗ് ആന്ന് പറയും. കാരണം ഞാനിപ്പോ ഇത്ര ആർട്ടിസ്റ്റായി, 4 പേര് അറിയുന്ന ആളായി, ആൾക്കാരിലായി. ഇപ്പം എന്നെ ഇങ്ങനെ കാണുമല്ലോ. എനിക്ക് പഴയ കുറെ ആൾക്കാരെ ഞാൻ മറന്നു. അവരുടെ ഫേസ് ഒക്കെ മാറിപ്പോയി. അവര് പറയുന്ന പൊന്നമ്മയുടെ ആ ഫേസിന് ഒരു മാറ്റവും ഇല്ല. പൊന്നമ്മ കുറച്ച് വണ്ണം വെച്ചു, അതെ പൊന്നമ്മ അന്ന് കണ്ടപോലെ തന്നെയാണ് ഇന്നും ഞങ്ങൾ കാണുന്നതെന്ന് പറയും. എന്തോ ആഹാരം? കപ്പ, നല്ല കപ്പ, മീന്, നല്ല കപ്പ, പോത്തിറച്ചി, നല്ല എല്ലാം. എനിക്ക് എന്നെ തിരിച്ചു കഴിക്കാത്ത എല്ലാം ഞാൻ കഴിക്കും. അതൊരു ഭാഗ്യമാണ് കേട്ടോ. തീർച്ചയായും. കാരണം ചിലർക്ക് ഈ കഴിക്കുന്നത് കുറച്ച് ഇങ്ങനെ നമ്മുടെ പ്രായം അങ്ങോട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും കഴിപ്പിന്റെ ഒരു ഇന്റൻസിറ്റി കുറയും. ഇത് അങ്ങനൊന്നുമില്ല, വെച്ചാ മുഴുവൻ തീർക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ കണ്ണും പൂട്ടിയിരുന്നത്. തടി കൂടുന്നെന്ന് പറഞ്ഞോണ്ട് ഒരു വിഷമവും ഇല്ല. ഇല്ല, ഞാൻ ചോദിച്ചു, ഞാൻ തടി സിനിമയ്ക്ക് വന്നപ്പോൾ ഞാൻ വലിയ തടി, ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും പ്രേക്ഷകർ സ്വദേശം ക്ഷമിക്കുക. ഞാൻ അധികം വണ്ണമില്ലാതെ സിനിമയിൽ വരുന്നത്. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ ലോകി സാറാണ് പറഞ്ഞ് കുറച്ച് വണ്ണം വേണം അവർക്ക് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ മട്ടൺ സൂപ്പൊക്കെ കുടിച്ച് ഞാൻ കുറച്ച് വണ്ണം വെച്ച് പിന്നെ അതിനുശേഷം വെച്ചടി പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പൊ എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ വണ്ണം എനിക്ക് പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി. സിനിമയ്ക്കായാലും ആ വണ്ണം കുറയ്ക്കാൻ പോകുന്ന പലരും സമ്മതിക്കില്ല. വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ വണ്ണം കുറഞ്ഞാലെന്ന് പറയും. പക്ഷെ മക്കള് പറയും വണ്ണം കുറയ്ക്കണം, വണ്ണം കുറഞ്ഞേ പറ്റുള്ളൂ, കൈവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെ വരും, വണ്ണം കുറയ്ക്കണം എന്ന് പറയും. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതുകൊണ്ട് മക്കളൊക്കെ വളർന്നു, പിള്ളേരെ എല്ലാം കല്യാണം കഴിപ്പിച്ചു. പിന്നെ മക്കൾ വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങോട്ട് വളർന്നു. അപ്പോൾ A 2003 ഉത്തരം നൽകിയത്. ഉത്തരം ശരിയാണ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം ഒരു പാട്ടാണ്.
എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. എനിക്കൊരു പെണ്ണുണ്ട്, മൊഴിയിൽ തേനുണ്ട്, ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. അവളുടെ ചിരിയിലൊരനുരാഗ ചിറകുണ്ട്. നല്ല പാട്ടാ. ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ ആരാണ്? എ. കൈതപ്പുറം വിശ്വനാഥ്, ബി. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സി. ബേണി ഇഗ്നീഷ്യസ്. കൈതപ്പുറം പിന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൈതപ്പുറം വിശ്വനാഥൻ സാറാണോ എന്നൊരു സംശയമുണ്ട്. ദാമോദരൻ സാറാണോ? എനിക്ക് തോന്നുന്നു വിശ്വൻ സാറായിരിക്കും. ആയിരിക്കും. എ. കൈതപ്പുറം വിശ്വനാഥ്. നമുക്ക് ഉറപ്പിക്കാം. അപ്പം കൈതപ്പുറം വിശ്വനാഥിനെ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. അപ്പൊ ഞാനിപ്പോ ഒരു പാട്ട് പാടി. അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കദളി ചെങ്കദളി, അതൊന്ന് പാടിയല്ലോ. ഇപ്പൊ ഈയിടെ ആയിട്ട് ഒരു വലിയൊരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നെ ഒരു കുട്ടിയെ വെച്ചിട്ട്. ആണോ? അയ്യോ, എന്താണ്? ഞാൻ വെറുതെ ചോദിച്ചു, കദളി കൺകദളി ചെങ്കദളി പൂവേണോ, ആ പാട്ടല്ലേ? അല്ല, 5 വയസ്സായിട്ടുള്ള കൊച്ചെൻ്റെ അടുത്ത് പറയാ പൂവേണോ. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടല്ലോ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പുകാര. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പുകാര. മുകളിൽ ചില്ലു 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 ചിലമോടെ മുകൾ പൂ വിടർത്തും പൊൻകുട കീഴേ. മുകളിൽ ചില്ലു 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 ചിലമോടെ മുകൾ പൂ വിടർത്തും പൊൻകുട കീഴേ. വരില്ലേ നീ മനമലി, തരില്ലേ താമരത്തലി, തെയ്യാരെ തെയ്യാരെ താരേ. കദളി കൺകദളി ചെങ്കദളി പൂവേണോ, കവിളിൽ പുമതമുള്ളൊരു പെൺപൂവേണോ പുകാര. സൂപ്പർ സൂപ്പർ സൂപ്പർ. എവിടേക്കോ വെള്ളി വീണു. ഇല്ല, ഒരു വെള്ളി വീണില്ല. വെള്ളി വീണേ ഞാൻ എടുത്തേനെ, കാരണം ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയം. വെള്ളി എങ്കിൽ വെള്ളി. സൂപ്പർ ആയിരുന്നു, നല്ല പവർഫുൾ ആയിരുന്നു. എ. കൈതപ്പുറം വിശ്വനാഥ്. കൈതപ്പുറം വിശ്വനാഥ് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.